വണ്ടി കിടക്കുന്നുണ്ടല്ലേ? ഞാൻ മീഡിയ. നമസ്കാരം. കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ അൽ മുക്താദിറിന്റെ വിവിധ ഷോറൂമുകളിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന നടക്കുകയാണ്. അതിനിടെ കൊച്ചിയിലെ മറുനാടൻ പ്രതിനിധിയായ ആർ പിയൂഷിന് നേരെ കയ്യേറ്റ ശ്രമം. അൽ മുക്താദിറിന്റെ സഹോദര സ്ഥാപനമായ അൽ കബീറിലെ റെയ്ഡിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതാണ് ജ്വല്ലറിക്കാരെ പ്രകോപിപ്പിച്ചത്. ഫോൺ തല്ലിപ്പൊട്ടിക്കും എന്നായിരുന്നു ഭീഷണി. സുരക്ഷാ ഉദ്യോഗസ്ഥരും ജീവനക്കാരും അടക്കം 20ഓളം പേർ ചേർന്നായിരുന്നു കയ്യേറ്റ ശ്രമം. ഇവിടെ നിന്നിറങ്ങിപ്പോടാ, നീ ആരടാ വീഡിയോ എടുക്കാൻ എന്നാക്രോശിച്ചുകൊണ്ടായിരുന്നു ഭീഷണിയും കയ്യേറ്റ ശ്രമവും. ഇന്നലെ രാവിലെ 11 മണിക്ക് ആരംഭിച്ച റെയ്ഡ് രാത്രി വൈകിയും തുടരുകയായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ തുടങ്ങിയ 8 ഷോറൂമുകളിൽ റെയ്ഡുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ TDS വിഭാഗമാണ് റെയ്ഡ് നടത്തുന്നത്. TDS, നികുതി വെട്ടിപ്പ്, അപ്രതീക്ഷിതമായ വൻ വളർച്ച, പുതിയ ഷോറൂമുകൾ, അവയിലെ നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ സ്വർണ്ണാഭരണങ്ങളിൽ അനധികൃത ഹാൾമാർക്ക് മുദ്ര പതിപ്പിക്കുന്നതായി ആരോപണമുയർന്നതോടെ അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ വിവിധ ഷോറൂമുകളിൽ പരിശോധന നടന്നിരുന്നു. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അധികൃതരാണ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ വിവിധ ഷോറൂമുകളിൽ റെയ്ഡ് നടത്തിയത്. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ജ്വല്ലറി കഴിഞ്ഞ ചുരുങ്ങിയ നാളുകളിൽ 6-ലധികം ജ്വല്ലറികളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത്. വൻ പത്രപരസ്യങ്ങളുടെ അകമ്പടിയിലായിരുന്നു ജ്വല്ലറികൾ പ്രവർത്തനം തുടങ്ങിയതും. എല്ലാ ആഭരണങ്ങളും പണിക്കൂലിയില്ലാതെ വാങ്ങിക്കാം എന്ന വൻ പരസ്യം നൽകിയാണ് അൽ മുക്താദിർ ഗ്രൂപ്പ് തങ്ങളുടെ ജ്വല്ലറികൾ തുറന്നത്. അതോടൊപ്പം ഹലാൽ പലിശ വാഗ്ദാനം നൽകിയതോടെ ഇവർക്കെതിരെ വലിയ വിമർശനങ്ങളും പരാതികളും ഉണ്ടായി. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് അൽ മുക്താദിർ ജ്വല്ലറി മാനേജ്മെന്റ് പ്രതികരിച്ചത്. ഇന്ത്യ ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ആഭരണങ്ങളല്ല വിൽക്കുന്നതെന്നായിരുന്നു ആരോപണം. എന്നാൽ വിമർശനം ശക്തമായതോടെ ജ്വല്ലറി ഗ്രൂപ്പിനെ പ്രതിരോധിച്ച് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി മാനുഫാക്ചറിംഗ് മർച്ചന്റ് അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു. പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വാർത്താക്കുറിപ്പിൽ സംഘടനാ നേതാക്കൾ അറിയിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പരിപൂർണമായും അംഗീകരിച്ച് 916 HUID VIS ആഭരണങ്ങൾ മാത്രമാണ് അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് വിറ്റഴിച്ചു വരുന്നതെന്നാണ് സംഘടന വ്യക്തമാക്കിയത്.